രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ഭാരതീയർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന മനോഹരമായിട്ടുള്ള വാർത്തയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തെത്തിയിരിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുപ്പ് കാലം മുതൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, രാജ്യത്ത് വീണ്ടും നരേന്ദ്രമോദി തന്നെയായിരിക്കും മൂന്നാമതും അധികാരത്തിലെത്തുക. അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് രാജ്യത്ത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തുക എന്ന് വിളിച്ചു പറഞ്ഞു. അതേപോലെ തന്നെയാണ് എക്സിറ്റ് പോളുകളുടെ റിസൾട്ടും പുറത്തു വന്നിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ മൂന്നാമതും നരേന്ദ്രമോദി തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് റിസൾട്ടുകൾ എത്തിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും എന്തായിരുന്നു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടെയുള്ള ചില മാധ്യമ പ്രവർത്തകരൊക്കെ ഏതോ ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ അവരെ പോലെ എന്തോ കൊട്ടക്കണക്കല്ലായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച്, കൃത്യമായിട്ട് പട്ടിണി മാറ്റിയതിനെ കുറിച്ച്, കൃത്യമായിട്ട് രാജ്യത്തുണ്ടായിട്ടുള്ള വളർച്ചയെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ മുന്നോട്ട് വെച്ചിട്ട് അത് ജനങ്ങളിലേക്ക് വളരെ വ്യക്തമായിട്ട് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെയായിരിക്കും മൂന്നാമതും വലിയ ഭൂരിപക്ഷത്തിൽ എത്തുക എന്ന് നമ്മൾ തെളിവ് സഹിതം നിരന്തരം വാർത്ത കൊടുത്തിരുന്നു. എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ മറച്ചു പിടിച്ച് അവരെ വിശ്വസിക്കുന്നവരെ വരെ വഞ്ചിച്ചു കൊണ്ടായിരുന്നു അവരൊക്കെ തന്നെ വാർത്ത കൊടുത്തത്. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും, യാതൊരു ലജ്ജയുമില്ലാതെയായിരുന്നു നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അവരൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ രാജ്യത്ത് പുറത്തു വന്നിട്ടുള്ള സകല എക്സിറ്റ് പോളുകളിലും വളരെ വ്യക്തമാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരത്തിലെത്തുമെന്നു തന്നെയാണ്. ഉദാഹരണത്തിന് കുറച്ച് എക്സിറ്റ് പോളുകളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് എന്ന് പറഞ്ഞവർ പുറത്തുവിട്ടിട്ടുള്ളത് NDAക്ക് 362 to 392, ഇന്ത്യ മുന്നണിക്ക് 141 to 161, അതേഴ്സ് 10 to 20. ഇതാണ് ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക് എന്ന് പറഞ്ഞവർ പുറത്തുവിട്ടിട്ടുള്ളത്. അടുത്ത എക്സിറ്റ് പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ജാൻ കി ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളവര് NDAക്ക് 353 to 368 എത്തുമെന്നാണ് അവർ പറയുന്നത്. അവർ തന്നെ ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിട്ടുള്ളത് 118 to 133. അവർ തന്നെ അതേഴ്സിന് പറഞ്ഞിട്ടുള്ളത് 43 to 48. അടുത്തതായിട്ട് റിപ്പബ്ലിക് TV പുറത്ത് വിട്ടിട്ടുള്ളത് NDAക്ക് 359 കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ മുന്നണിക്ക് 154 പറയുന്നുണ്ട്, അതേഴ്സിന് 30 പറയുന്നുണ്ട്. ഇനി RB മെട്രിക്സ് പറയുന്നത് NDAക്ക് 371, ഇന്ത്യ മുന്നണിക്ക് 125, അതേഴ്സിന് 47 എന്നാണ് അവർ പുറത്ത് വിട്ടിട്ടുള്ളത്. ഇനി ന്യൂസ് നാഷന് പുറത്ത് വിട്ടിട്ടുള്ളത് 342 to 378 NDAക്ക് കിട്ടുമെന്ന് അവർ പറയുന്നത്. അവർ തന്നെ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്ന് പറയുന്നത് 153 to 169, അതേഴ്സിന് 21 to 23. അതേപോലെ തന്നെ മറ്റൊരു എക്സിറ്റ് പോൾ വന്നിട്ടുള്ളത് ദൈനിക് ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ളത് 281 to 350 NDAക്ക് പറഞ്ഞിട്ടുള്ളത്. അവർ തന്നെ ഇന്ത്യ മുന്നണിക്ക് പറഞ്ഞിട്ടുള്ളത് 145 to 201, അതേഴ്സിന് അവർ പറഞ്ഞിട്ടുള്ളത് 33 to 49. ഇതേപോലെ അതായത് ഒരു 360-70 എത്തുമെന്ന് NDA എത്തുമെന്ന് സകല എക്സിറ്റ് പോളുകളും പുറത്ത് വിട്ടിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് വെറുതെ പറയുകയല്ല. 2019 എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത്. ഇത്തവണയും ഇവർ പറഞ്ഞതിനേക്കാൾ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചതിലേക്ക് തന്നെ എത്തുമെന്നുള്ളതാണ് സകല സുബോധമുള്ളവരും ഈ എക്സിറ്റ് പോളുകളൊക്കെ കാണുമ്പോൾ തിരിച്ചറിയുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ, കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരു മൂലക്കിരുന്നങ്ങ് പൊട്ടിക്കരഞ്ഞോണം. ഇനിയെങ്കിലും ഒന്ന് സമ്മതിക്കാൻ ശ്രമിക്കണം.
ഈ ഒരു സമയത്തും ചില മാധ്യമ പ്രവർത്തകർ ഇതൊക്കെ തെറ്റുമെന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചിട്ടാണ് രാജ്യത്തെ സ്നേഹിക്കുന്ന സകല ഭാരതീയരോടും പറയാനുള്ളത്. മൂന്നാമതും നരേന്ദ്ര ഭാരതം തന്നെയാണ് നമ്മുടെ രാജ്യമെന്ന് വളരെ വ്യക്തമാക്കുന്ന റിസൾട്ടുകൾ, എക്സിറ്റ് പോൾ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ളത്. ജൂൺ 4 റിസൾട്ട് പുറത്തു വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയും നരേന്ദ്രമോദിയും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് വിജയിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.